സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമുക്ക് ഇത്തവണ ക്രിസ്മസിന് ഞാൻ പറയില്ല, ക്രിസ്മസ് പറഞ്ഞാൽ എന്നെ എല്ലാവരും കൂടി ഇടിക്കും. കാരണം നാളെയാണ് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ളതല്ല, പകരം നമുക്ക് ന്യൂ ഇയറിന് പറ്റിയിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സ് കാണാം. കുറച്ചിങ്ങനെ ഗ്ലിറ്ററി ടൈപ്പ് പാർട്ടിക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ സാരമില്ല, അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക, ഫോട്ടോ എടുക്കുക, ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുക, അത്രയാണെങ്കിലും മതി. ഇനി അതും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കിടന്നുറങ്ങാം. നമുക്ക് വീട്ടിൽ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്കൊരു വലിയ ഭാഗ്യമായിട്ട് കാണാന്നുള്ളതാണ്. ഇൻ കേസ് എങ്ങോട്ടും പോകാൻ പറ്റിയില്ലെങ്കിലും സാരില്ല. പക്ഷെ പാർട്ടിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കുറച്ച് നല്ല ഔട്ട്ഫിറ്റ്സ് ആണെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലൊന്ന് ഒരുങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഉള്ള 2-3 ഔട്ട്ഫിറ്റ്സ് ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ചതാണ്. എന്നുവെച്ചാൽ ഞാൻ കുറച്ച് മുന്നേ കുട്ടിയെല്ലാം മേടിച്ചു വെക്കും. എന്തെങ്കിലും ഒക്കേഷൻസ്, നമുക്ക് ഇങ്ങനെ ഇവന്റ്സ് വരുമല്ലോ ഓരോന്ന്, അപ്പൊ അതിനിടാൻ വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് മിനിറ്റ് അങ്ങനെ കിടന്ന് തിരയാറില്ല. അത് ഞാനൊരു കുറച്ച് ഇവന്റ്സിന് പോയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമുക്ക് എന്തായാലും കുറച്ച് ഔട്ട്ഫിറ്റ്സിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ വേണ്ടത് നമ്മളിങ്ങനെ സ്വരുക്കൂട്ടി വെക്കുക. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ചിട്ടുള്ളത് വരെയുണ്ട്, പക്ഷെ ഇപ്പോഴും അതുണ്ട് കേട്ടോ. ഇപ്പോഴും ഓൺലൈനിലുണ്ട്, ലിങ്ക് ഉണ്ട്, മിന്ത്രയിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഒൺലി എന്ന് പറഞ്ഞ ബ്രാൻഡിലെ അതിന്റെയൊക്കെ ഞാൻ മേടിച്ചതുണ്ട്, പല സ്ഥലത്തുനിന്നായിട്ട് മേടിച്ചു വെച്ചതുണ്ട്. അപ്പൊ നമുക്ക് അത് ഓരോന്നായിട്ട് നോക്കാം. പക്ഷെ എനിക്കത് ഉപകാരം, കഴിഞ്ഞ വർഷം എനിക്കത് ആവശ്യം വന്നില്ല, കാരണം അതിന്റെ മുന്നേ മേടിച്ചു വെച്ചതാണ് ഞാൻ കഴിഞ്ഞ വർഷം ഓരോ ഇവന്റ്സിന് വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ വർഷം എനിക്ക് 2-3 ഇവന്റ്സ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ ഞാൻ ഇതാവട്ടെ ഇടുണ്ടാവുക. കുറച്ച് ജിൽനാണ്, നോക്കി നോക്കൂ. ഞാനിത് എല്ലാവർക്കും പറ്റിയതാന്ന് പറയുന്നില്ല, പക്ഷെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇൻ കേസ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് പാർട്ടീസ് ആണെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കണ്ണൊന്ന് ഇങ്ങനെ പിടിച്ചോളൂ, കാരണം അത്രയ്ക്ക് ഉദിച്ചു വരുന്ന ടൈപ്പാണ് ഇത്. വെൽവെറ്റ് മെറ്റീരിയലില് സീക്വൻസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പക്ക അങ്ങനെ എന്താ പറയാ, അങ്ങനെ ജിൽ ടൈപ്പാണ്. എല്ലാവരുടെയും വൈബ് അല്ല ഇത്. ഞാനിത് ആമസോണിനാണ് മേടിച്ചത്, പക്ഷെ ഇത് ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്, പിന്നെ ഇതാ മിന്ത്രയിലുണ്ട്, എല്ലാത്തിലും ഇതുണ്ട്. എന്റെ ടാഗ് ഞാൻ കളഞ്ഞു എന്നാണ് തോന്നുന്നത്. ഒരു 800 രൂപ ഒക്കെ ആയിരുന്നു. ശരിക്കുള്ള വില വന്നിട്ട് 1000 സംതിങ്, അയ്യോ 4000 ഉണ്ട് കേട്ടോ ശരിക്കുള്ളത്. അത് ഇതിൽ ചുമ്മാ എഴുതിയിട്ടുള്ളത്, അത് കണക്കാക്കണ്ട. ഒരു 1000 അറൗണ്ട്, അതിലും താഴെയായിട്ടാണ് ഉള്ളത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കമുള്ളവരാകുമ്പോൾ മുട്ടിന് മീതിയായിട്ട് നിൽക്കും. എനിക്ക് മുട്ട് വരെ ഉണ്ട്. ഇത് ഫുൾ സ്ലീവ്സ് ആണ്. നെക്ക് ബാക്കിൽ ഭയങ്കര ഡീപ്പാ, അതൊരു വലിയ പ്രശ്നം. കാരണം എന്താണെന്നറിയോ, ഇങ്ങനെ ഊർന്നൂർന്ന് പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം. ഞാൻ വല്ല സ്ട്രിങ് എന്തെങ്കിലും വെച്ച് കെട്ടും. നല്ല കംഫർട്ടബിൾ ആണ്, അതെനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. ഇവിടെ ഫുള്ള് സീക്വൻസ്, നമ്മളൊരു മുള്ളമ്പന്നിയുടെ ഒരു എഫക്റ്റിലായിരിക്കും നിൽക്കുക. വേറെ ആര് വന്ന് നമ്മളെ തൊട്ടാലും അവർക്ക് ഇങ്ങനെ കുത്തുന്ന പോലെ ഫീൽ ഉണ്ടെങ്കിലും നമുക്കുള്ളിൽ ഭയങ്കര ചില്ലായിരിക്കും. കാരണം ഇതിന്റെ ലൈനിങ് ഒക്കെ പക്കയാണ്, ഒട്ടും തന്നെ കുത്തിക്കൊള്ളുന്ന പോലെ ഒന്നുമില്ല. എല്ലാം ഹൈഡ് ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. സാധാരണ സീക്വൻസ് ഡ്രസ് ഇടുമ്പോൾ നമ്മൾ ഈ ലോക്കൽ ഇവിടെ സ്റ്റിച്ചിങ് സെന്റേഴ്സിലൊക്കെ കൊടുക്കുമ്പോൾ ഈവൻ അവർ ഔട്ടർ ലോക്ക് ചെയ്താലും അല്ലെങ്കിൽ ഇന്റർലോക്ക് ചെയ്താലും നമുക്ക് കുത്തും. പക്ഷെ ഇതങ്ങനെയല്ല, നല്ല അടിപൊളി ലൈനിങ് ആണ്. അപ്പൊ അതൊന്നും അങ്ങനത്തെ കുത്തൽ പരിപാടി ഒന്നും ഉണ്ടാവില്ല. നല്ല സുഖമാണ് ഇടാനായിട്ട്. അപ്പൊ ഓഫീസിലൊക്കെ പാർട്ടി അല്ലെങ്കിൽ ക്ലബ് വൈബ് ചെയ്യാനൊക്കെ ആർക്കെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ് അടിപൊളിയായിരിക്കും. മറ്റേ ഇതിലൊക്കെ സമാന്തയുടെ ടൈപ്പ് ഒക്കെ ഉള്ള ഔട്ട്ഫിറ്റ്, മറ്റേ ആ സിനിമ നയൻതാരയും സമാന്തയും കൂടിയിട്ടുള്ള സിനിമയില്ല, അതിലിങ്ങനെ സമാന്ത ഇങ്ങനത്തെ പാർട്ടിക്ക് പോകുമ്പോൾ കുറെ വൈബ് ഡ്രസ്സുകൾ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് അതിന് പറ്റിയൊരു സാധനമാണ്, അടിപൊളിയാണ്. അടുത്തതൊരു ജംപ് സൂട്ടാണ്. ഇതാണ് ഞാൻ ഇനി വരാൻ പോകുന്ന ഒരു ഇവന്റിന് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് എത്ര സെറ്റ് ആവുന്ന അറിയില്ല. എനിക്ക് ശരിക്കും മറ്റേ ഡിസ്കോ ഡാൻസ് ഇല്ലേ, ഇറ്റ്സ് ദ ടൈം ടു ഡിസ്കോ, ആ ഒരു വൈബാണ് തോന്നുന്നത്. പക്ക ഇത് ആ ഒരു പാറ്റേണിലാണ് വരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഇതും ഓൺലി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ആണ്. ഇതും മിന്ത്രയിൽ അവൈലബിൾ ആണ്. ഇത് കുറച്ചും കൂടി വിലയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 1300 1500 ആ ഒരു റേറ്റിനാണ് വരിക. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ജംപ് സൂട്ടാണ്. പാറ്റേൺ ഒക്കെ സിമ്പിൾ ആണ്, പക്ഷെ ഇതിന്റെ ഫാബ്രിക്കിന്റെ ആണ്, ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. പിന്നെ ജംപ് സൂട്ട് ആയതിന്റെ ഒരു വ്യത്യാസം ഉണ്ട് കാണാനായിട്ട്. ഇതും പാർട്ടിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. ന്യൂ ഇയർ പാർട്ടിക്കൊക്കെ വൈബായിരിക്കും. ഞാൻ ഇനി വരുന്ന ഇവന്റിന് ഇത് ഇടണം എന്ന് വിചാരിക്കുന്നത്. ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഇതുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചതുണ്ട്, ഇനി ഒരെണ്ണം കൂടി കാണിക്കാം കേട്ടോ. മിന്ത്രയിൽ നിന്നുള്ളതാണ്. ഇതിനും കുഴപ്പമില്ല കേട്ടോ, ഇത് നല്ല അഫോർഡബിൾ. 800 രൂപയാണ് ഇതിനുള്ളത്. ഇത് സീക്വൻസ് ആണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ചൊരു റിവേഴ്സിബിൾ സീക്വൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രണ്ട് സൈഡിലേക്ക് ആയാലും ഇത് അതേ ഒരു പാറ്റേണിൽ തന്നെ നിൽക്കും. ചില സീക്വൻസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഇതിലിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരികയല്ലേ ചെയ്യുക, അങ്ങനെയല്ല. ഇത് അങ്ങടും ഇങ്ങടും ആവും കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലാണ് സിബ്ബർ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി അഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറുക എന്നുള്ളതാണ്.
ഇതിന്റെ ശരിക്കുള്ള വില എന്തോ ഒരു 3000 ഒക്കെ എഴുതിന്, അത് മൈൻഡ് ചെയ്യണം. 800 രൂപയാണ് ഇപ്പൊ മിന്ത്രയിലുള്ളത്. താഴെ നോക്കുകയാണെങ്കിൽ അസിമെട്രിക്കൽ ഷേപ്പിൽ ഇങ്ങനെ ടിക് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ള കട്ട്. പിന്നെ ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ടാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇലാസ്റ്റിക് ആണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അബദ്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വരുന്നത്. അതായത് ഇങ്ങനെ പോയിട്ട് ക്രോസ് ആയിട്ട് പോയില്ലേ, ഒരു ഹോൾട്ടർനെക്ക് ടൈപ്പ് ഓഫ് അങ്ങനത്തെയാണ് കൊടുത്തിട്ടുള്ളത്. പകരം ന്യൂഡിൽ സ്ട്രാപ്പ് പോലെ ഇങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി, എന്ന് വെച്ചാൽ ഇത് ന്യൂഡിൽ സ്ട്രാപ്പിന് വലിപ്പം തന്നെ ഉള്ളൂ, ഇലാസ്റ്റിക് ആണ്, പക്ഷെ ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വരുന്നത്. പകരം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. വേറൊരു നെഗറ്റീവ് എടുത്ത് പറയാനുള്ളതിന് അത്യാവശ്യം കനുണ്ട്, അത്ര കംഫർട്ടബിൾ അല്ല. ഇതിന് മുന്നേ കാണിച്ച 2 എണ്ണവും ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. ഇത് അത്ര കംഫർട്ടബിൾ അല്ല. ഇത് കനുണ്ട്, നല്ല കനുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇത് പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഉടുപ്പെന്ന രീതിയിൽ നല്ല വൈബായിട്ടുണ്ട് കാണാനായിട്ട്. ഇടുക, കുറച്ചു നേരം വിട്ടിട്ട് അങ്ങനെ വന്ന് ഊരി വെക്കുക എന്നുള്ളതല്ലാണ്ട് നമുക്കൊരു ഫുൾ ഡേ അല്ലെങ്കിൽ ഫുൾ പാർട്ടി നന്നായി ഡാൻസ് കളിക്കാനൊക്കെ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ ചിലർക്ക് അൺകംഫർട്ടബിൾ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വില വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ്. 800 രൂപയുള്ളൂ ഇപ്പോൾ. അപ്പൊ ഈ 3 എണ്ണത്തില് ഏത് ഇടണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഈ വരുന്ന ഇവന്റിന്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, അത് എത്തിയിട്ടില്ല, അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് നാളെ വരും. അപ്പൊ ഞാൻ അതും കൂടി നോക്കിയിട്ട് തീരുമാനിക്കാൻ വെച്ചിട്ടാണ്. പിന്നെ വന്നിട്ട് ഇത് പാർട്ടിക്ക് വേണമെങ്കിൽ ഒക്കെ ഇടാൻ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. അതൊരു സിമ്പിൾ ബ്ലാക്ക് ഡ്രസ് ആണ്. ഇതിന്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ ഇങ്ങനെ ടേർട്ടിൽ നെക്ക് വരുന്നുണ്ട്. അപ്പം ഈ സമയത്ത് ന്യൂ ഇയറിനാണെങ്കിലും അല്ലാണ്ടൊക്കെ ഇങ്ങനെ പുറത്തു പോകുന്നവരുണ്ടാവുമല്ലോ, തണുപ്പുള്ള സ്ഥലത്ത്. ഇപ്പൊ കാശ്മീരിലൊക്കെ എന്ത് തണുപ്പല്ലേ, ശരിക്കും പോവുകയാണെങ്കിൽ ഇപ്പൊ പോകണം കേട്ടോ. നല്ല മഞ്ഞ് വീഴുന്ന സമയമാണ്, നല്ലതായിരിക്കും. നല്ല കൊതിയുണ്ട്, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പോകണം എന്നുള്ളത്. പക്ഷേ ഈ ഇത്തവണ എന്തായാലും ഒന്നും നടക്കില്ല. കാരണം നമ്മൾ 2 യാത്ര പോയി അത്യാവശ്യം പൊട്ടിയിരിക്കാം. ഒന്നും കൂടി ഒന്ന് നോക്കിയിട്ട് സേവ് ചെയ്തിട്ട് ചിലപ്പോൾ ഞാൻ അടുത്ത വർഷം സോളോ ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. മഞ്ഞ് വേണ സ്ഥലത്ത് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോഴാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ് ഇടാം. ടേർട്ടിൽ നെക്കാണ്, ഇത് മുട്ടിന് താഴെയായിട്ട് വരെ വരുന്നുണ്ട്. ബൂട്ട്സ് ഇടാം നമുക്ക്. ഇതിന്റെ മീതെ ഒരു ജാക്കറ്റും കൂടിയിട്ട് പെയർ ചെയ്താൽ അടിപൊളിയായിരിക്കട്ടെ. നമ്മളിങ്ങനെ മഞ്ഞത്ത് ഇങ്ങനെ നടക്കുക, നല്ല രസമായിരിക്കും. അതല്ല ഇവിടെ തന്നെ ഇടാനായിട്ടാണെങ്കിൽ നമുക്ക് രാത്രി സമയങ്ങളിൽ ഇപ്പൊ നല്ല ചില്ലല്ലേ, ഇവിടെ കൊച്ചിയിലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് രാത്രി സമയങ്ങളിൽ ഈവൻ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണെങ്കിലും വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതും നല്ല ആക്സസറീസ് ഇട്ടാൽ മതി, നല്ല ഗോൾഡൻ ചെയിനും അതേപോലെ കമ്മലും ഒക്കെ ഇട്ടിട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല അടിപൊളിയാണ്. ഇത് കുറച്ച് നിഴലടിക്കണതാണ് കേട്ടോ, അങ്ങനെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇട്ട് വരുമ്പോൾ കുഴപ്പമില്ല. ഇങ്ങനെ വലിയുമ്പോഴേ നിഴലടിക്കുള്ളൂ, കുഴപ്പമില്ല, നല്ലതാണ്. കുറച്ചിങ്ങനെ ചൂടെടുക്കുന്ന ടൈപ്പാ. അങ്ങനെ ശരിക്കും നമുക്ക് തണുപ്പത്ത് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ. അടുത്തത് ഇതൊരു സിമ്പിൾ ഡ്രസ്സാണ് കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ ബ്ലാക്ക്, റെഡ്, ഗോൾഡൻ വേണമെന്നുണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് പറ്റിയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. ലാവൻഡർ ഷെയ്ഡിലുള്ളതാണ്. ഇതിന്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെറിയ റഫിൾസ് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ ലൈനിങ് വന്നിട്ട് നമ്മുടെ തൊട വരെയൊക്കെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ലൈനിങ് ഇല്ല. അപ്പൊ ഇങ്ങനെ ഷെയർ ആയിട്ടുള്ളതാണ്. ഞാൻ മൈക്കിന്റെ ഒരു വീഡിയോയിലാണ് ഇത് ഇട്ടിട്ടുള്ളത്, ഞാൻ കാണിച്ചു തരാട്ടത്. അപ്പൊ നമുക്ക് കുറച്ച് നിഴലടിക്കും, അത് കുഴപ്പമില്ലെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. ഇതിപ്പോ എപ്പോ വേണമെങ്കിലും ഇടാവുന്നതാണ്. ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ കാഷ്വലി ഇടാനായിട്ട് പറ്റിയൊരു ഉടുപ്പാണ് കേട്ടോ, നല്ല രസമുണ്ട്. എനിക്കത് കളറൊക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതിന് ഒരു നെഗറ്റീവും കൂടി പറയാനുള്ളത്, ഇതിന്റെ നെക്ക് കുറച്ച് ഡീപ്പാണ്. അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ഷോൾഡർ പിടിച്ചടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ചിലപ്പോൾ വേണ്ടി വരും. പൊക്കുണ്ടെങ്കിൽ ചിലപ്പോൾ അതും പ്രശ്നം വരില്ല കേട്ടോ. പൊക്കില്ലെങ്കിൽ നമുക്കത് കൂടുതൽ എടുത്തറിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആവുമ്പോൾ ഒരു ചെറിയ സ്റ്റിച്ച് കൊടുത്താൽ ഇത് അടിപൊളി. അടുത്തത് ഈ തൂവെള്ള, ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ ഇടുമ്പോഴൊക്കെ എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഞാൻ കാണിക്കാന്ന്. കാരണം ന്യൂ ഇയർ സമയത്തൊക്കെ നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടാവുമല്ലോ, അപ്പൊ ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇത് ഞാൻ ശരിക്കും കണ്ടിട്ടുള്ളത് അഹാന ഇട്ടിട്ടുള്ളതാണ്. അടിപൊളിയാണ് കേട്ടോ ആ ഔട്ട്ഫിറ്റ് കാണാനായിട്ട്. അതിന്റെ ഒരു ഡ്യൂപ്പാണ് കേട്ടോ ഇത്. നല്ല വൈറ്റ് ഇങ്ങനെ പ്യോർ ജോർജറ്റ് അല്ല, മിക്സ് വരുന്നതാണ്. ആ മെറ്റീരിയലിൽ ഇങ്ങനെ ത്രെഡ് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ അറ്റത്ത് ലേസ് കൊടുത്തിട്ടുണ്ട്. എ ലൈൻ ആണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇതിൽ പോക്കറ്റ് എന്തെന്നാണ് എൻ്റെ വിശ്വാസം. പോക്കറ്റ് ഉണ്ട് കേട്ടോ, ഒരു പോക്കറ്റ് ഉണ്ട്. പിന്നെ അതിന്റെ പാന്റ് വന്നിട്ട് ഇലാസ്റ്റിക് ആണ്, താഴേക്ക് ഇതേപോലെ ലേസ് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട നോക്കുകയാണെങ്കിൽ അതാണ് ഒരു ചെറിയ പ്രശ്നമായിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ സ്റ്റിഫ് ആയിട്ടുള്ള ദുപ്പട്ട. അപ്പൊ ഇങ്ങനെ പള്ളിയിൽ പോകുമ്പോൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഇടുമല്ലോ, അങ്ങനെ ആകുമ്പോൾ ശരിക്കും കിടക്കണം എന്നില്ല. അങ്ങനെ അത് ഇങ്ങനെ ഊർന്നൂർന്ന് പോരാൻ ചാൻസ് ഉണ്ട്. അതല്ല ചുമ്മാ ദുപ്പട്ട ഇടാനാണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. ഒരു കുറച്ച് സ്റ്റിഫ് ഓർഗൻസ കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ്. വേറെ നമുക്കൊരു കാര്യം ചെയ്യാവുന്ന എന്താണെന്ന്
എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ദുപ്പട്ട വെച്ചിട്ട് ഏതെങ്കിലും വൈറ്റ് ദുപ്പട്ട വെച്ചിട്ട് പെയർ ചെയ്യാവുന്നതാണ്. പള്ളിയിലൊക്കെ പോകുമ്പോൾ നല്ല രസമുണ്ടാവട്ടെ, ഇങ്ങനെ തൂവെള്ളയിട്ട് മാലാഖയെ പോലെ ഉണ്ടാവും എനിക്ക് തോന്നി. ഞാൻ ഇത്തവണ ഈ മക്കുട്ടിയുടെ ആനുവൽ ഡേ ഫംഗ്ഷൻ ഈ ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല കംഫർട്ടബിളും ആണ് കേട്ടോ. അടുത്തൊരു ഔട്ട്ഫിറ്റ്, ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ക്രിസ്മസ് ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ഔട്ട്ഫിറ്റ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ പെയർ ചെയ്യാവുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള പ്ലീറ്റഡ് സ്കേർട്ട് ആണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിലുണ്ട്, മിന്ത്രയിലുണ്ട്, ആമസോണിലുണ്ട്, എല്ലാ വെബ്സൈറ്റിലും ഉണ്ട്. ഒരു 200 രൂപ മുതൽക്ക് 500 രൂപ ഇടയിൽ നമുക്ക് കിട്ടണതാണ്. ഇതിൽ ലൈനിങ് ഇല്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഷോർട്ട്സ് ഇട്ടാലും മതി. ഷോർട്ട്സ് അതല്ലെങ്കിൽ ഒരു ചെറിയ സ്കേർട്ട്, ഷോർട്ട് സ്കേർട്ട്സ് ആയിട്ട് വരുമല്ലോ, അതിട്ടാലും മതി, അങ്ങനെ ഇടാം. അതിന്റെ കൂടെ നമുക്ക് ഈ വൈറ്റ് ടോപ്പ് പെയർ ചെയ്യാവുന്നതാണ്. ഇത് അപ് ടൗൺ ഈ ബ്രാൻഡിനെയാണ്. ഇതിന് കുറച്ച് വിലയുണ്ട്, ഒരു 500-600 റുപ്പീസിന്റെ ടോപ്പാണ്, ഓഫ് ഷോൾഡർ ടോപ്പാണ്. പക്ഷെ നമുക്ക് ഈ ഓഫ് ഷോൾഡറിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ കവർ ചെയ്ത് നിൽക്കും ഈ ഷോൾഡറിന്റെ ഭാഗം. അപ്പൊ നമുക്ക് സ്ട്രാപ്പുള്ള ബ്രാ ഇട്ടാലും ആ സ്ട്രാപ്പ് ഉള്ളിലേക്ക് വെച്ചാൽ, ഞാനിപ്പോ ഇവിടെ കാണിക്കുന്ന വീഡിയോയിൽ ഞാൻ ആക്ച്വലി സ്ട്രാപ്പുള്ള ബ്രായാണ് ഇട്ടിട്ടുള്ളത്, അത് ഉള്ളിലേക്ക് തിരികെ വെച്ചാലും മതി. അപ്പൊ അതുകൊണ്ട് അണ്ടർ ഗാർമെന്റ്സിന്റെ കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് റോസ് ഉണ്ട്. അപ്പോൾ ഈ അപ് ടൗൺ ഈ ബ്രാൻഡ് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു മിന്ത്രയിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അടുത്ത ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു റെഡ് ഡ്രസ്സാണ്. ഇതും നമുക്ക് മിന്ത്രയിലും അതേപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ശരിക്കും മേടിച്ചത് ഫ്ലിപ്കാർട്ടിലായിരുന്നു, പക്ഷെ ഞാൻ ലിങ്ക് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. ഇപ്പൊ മിന്ത്രയിലുണ്ട്. ഞാൻ മേടിക്കുന്ന സമയത്ത് 350 400 അറൗണ്ട് ആ ഒരു പ്രൈസ് അത്രേ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരു 300 അറൗണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനതൊരു 5 മിനിറ്റ് പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഷൂട്ടിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് അങ്ങനെ നമ്മുടെ ത്രിഫ്റ്റ് സ്റ്റോറിൽ ഇട്ടിട്ട് സെല് ചെയ്തു. കാരണം ക്രിസ്മസിന് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ നന്നായല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്റെ കയ്യിൽ ഇല്ലാത്തത്, ഞാൻ സെല് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ അതിന്റെ ഒപ്പം പെയർ ചെയ്തത് ഇങ്ങനത്തെ ഒരു ഷർട്ടാണ്, ഷർട്ട്. ഞാൻ റെഡ് തന്നെ വെച്ചിട്ടാണ് പെയർ ചെയ്തത്. എനിക്കൊരു മോണോക്രോമാറ്റിക് ലുക്ക്, നമ്മളെല്ലാം കൂടി ഒറ്റൊരു കളറിൽ ഇടുമ്പോൾ കുറച്ചുകൂടി നമുക്ക് പൊക്കം തോന്നിക്കുമല്ലോ. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ സ്റ്റൈൽ ചെയ്തത്. പക്ഷെ കുറെ പേര് പറഞ്ഞു വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ ആയിരുന്നെ കുറച്ചും കൂടി നന്നായിരുന്നു എന്നുള്ളത്. ശരിയാണ്, നമുക്ക് ആ ഒരു ക്രിസ്മസ് വൈബിന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ട് തന്നെ ഇടാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇന്നേഴ്സ് ലൈക്ക് ഇങ്ങനത്തെ റെഡ്, വൈറ്റ്, ഗ്രീൻ അതിനൊപ്പം പെയർ ചെയ്യാം. അതല്ലെങ്കിൽ ഈ സ്ലീവ്ലെസിന്റെ മീതേക്ക് ഇതേപോലെ ഷർട്ട് ഇട്ടിട്ടും പെയർ ചെയ്യാവുന്നതാണ്. ഇത് ഇങ്ങനത്തെ ഷർട്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും മേടിക്കാം. ഞാൻ സരോജിനി മാർക്കറ്റിൽ നിന്ന് 100 രൂപയ്ക്കോ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. അടുത്ത വന്നിട്ട് ഈ ഹീൽസ് ആണ് കേട്ടോ. ന്യൂഡ് ഹീൽസ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഹീൽസ് ആണ്. ഇതിന്റെ ഹീൽസിന്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ 1, 2, 3 ഇഞ്ച് ടു 3.5 കഷ്ടി 4 ഇഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. 4 ഇഞ്ച് തികച്ചില്ല. ആ ഒരു ഹീൽസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഇത്രയും ഹീൽസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പൊതുവെ കാല് വേദനിക്കും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇത് കുറച്ചും കൂടി ബെറ്റർ ആണ് ആ കാര്യത്തിൽ. ഒന്ന് പോയിന്റഡ് ഹീൽസ് അല്ല, അത് മാത്രമല്ല ഇവിടെ നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പൊ നമ്മുടെ കാല് അങ്ങനെ കാണൂല, അങ്ങനെ നമ്മുടെ കാല് മൊത്തത്തിൽ കവർ ആയിട്ടുണ്ടാവണം. ന്യൂഡ് ആയിട്ടുള്ള ഒരു ഹീൽസ് വേണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. നല്ല കംഫർട്ടബിൾ ആണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായി, നല്ല സുഖമുണ്ട് ഇടാനായിട്ട്. ഓക്കെ, ഇനി ഉണ്ടല്ലോ ഞാനിപ്പോ ഈ അടുത്ത് ആര്യൻസ് ബൊട്ടീക്കിന്റെ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബൊട്ടീക്കിൽ നിന്നുള്ള ഔട്ട്ഫിറ്റ്സ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത്രയും ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ കാണിക്കാം. അപ്പൊ ഞാൻ ഈ റെഫറൻസ് ആയിട്ട് കാണിക്കുന്ന ഇതിപ്പോ ഏത് ബൊട്ടീക്കാണെങ്കിലും ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഇതേപോലെ തുണി എടുത്ത് തുന്നാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി എന്തെങ്കിലും തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് റെഫറൻസ് ആക്കി എടുത്ത് ഈ ഒരു പാറ്റേണിൽ തുന്നാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇങ്ങനത്തെ തന്നെ വേണം, ഇതേ ബുട്ടീക്കിൽ തന്നെ വേണമെങ്കിൽ പ്ലീസ് ഗോ ഫോർ ഇറ്റ്. അവർക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഇത് പക്ഷെ ഞാൻ കുറച്ച് 2-3 ഒരു ക്രിസ്മസ് വൈബിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ക്രിസ്മസിന് ഇനിയിപ്പോ എന്തായാലും നമുക്ക് പറ്റില്ല, കാരണം നാളെയാണ് ക്രിസ്മസ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ നല്ല നല്ല പാറ്റേൺസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ വെൽവെറ്റിന്റെ ആണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, നല്ല രസം. വെൽവെറ്റിന്റെ ഡ്രസ്സ് പീറ്റർ പാൻ കോളർ ആണ്, അതിൽ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത്. നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാനായിട്ട്. നമുക്കിങ്ങനെ ഇടുമ്പോ തന്നെ ഭയങ്കര ഒരു കുട്ടിത്തം ഫീൽ ചെയ്യാൻ പറയില്ല, അങ്ങനെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ്. ഇതിപ്പോ ക്രിസ്മസ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമുക്ക് ഏതെങ്കിലും ഒരു നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ സ്റ്റൈൽ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. ഈ റെഡ് എന്നുള്ളത് നമുക്ക് ബ്ലാക്ക് ആക്കിയാലും അടിപൊളിയാണ്. ബ്ലാക്ക് വെൽവെറ്റിൽ പീറ്റർ പാൻ കോളർ കൊടുക്കാം. ഇതെന്തായാലും നല്ല അടിപൊളി പാറ്റേൺ ആണ്. ഇതേപോലത്തെ ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ ലാസ്റ്റ് ഇയർ ആര്യൻസ് ആയിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതും ഒരുപാട് പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ലൊരു പാറ്റേൺ ആണ്. നമുക്ക് ഇതിനെ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് ചെയ്യാൻ വേണമെങ്കിൽ ഒരു എ ലൈൻ പോലെ ചെയ്യാവുന്നതാണ്. മുട്ടിന്റെ താഴെ വരെ ഉള്ള രീതിയിൽ ജോർജറ്റ് മെറ്റീരിയൽ ചെയ്താൽ കുറെ കൂടി ഒഴുകി നിൽക്കും. എന്നിട്ട് പീറ്റർ പാൻ കോളർ ചെയ്യാം. പീറ്റർ പാൻ കോളർ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കേട്ടോ. ഇതൊരു നല്ല പാറ്റേൺ ആണ്. അടുത്ത വന്നിട്ട് ക്യൂട്ട് ആയിട്ടുള്ള ഈ ചെക്ക്
സ്കേർട്ടാണ് കേട്ടോ. ഈ ക്രിസ്മസിന്റെ സമയം വരുമ്പോൾ ഇതിന്റെ ഒരു ബഹളാണല്ലേ. പക്ഷെ ഇത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള പോലെ എനിക്ക് തോന്നിട്ടോ. കൂടുതലും ചുമപ്പിന്റെ ഒരു അതിപ്രസരമായിരിക്കുമല്ലോ, ഇതിൽ കുറച്ചും കൂടി ഗ്രീനും ഒക്കെ ആയിട്ട് വന്നിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഇങ്ങനത്തെ ക്രിസ്മസ് ടൈമിലൊക്കെ വേണമെങ്കിൽ ഇതേപോലെ തുണി എടുത്തിട്ട് നമുക്ക് സ്കേർട്ട് തുന്നാം. അതല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക്, നമുക്ക് ഡാർക്കർ ഷെയ്ഡ്സിലുള്ള ഏതെങ്കിലും ഇങ്ങനത്തെ സർക്കുലർ സ്കേർട്ട് ആയിട്ട് തുന്നിയെടുത്തു കഴിഞ്ഞാൽ ഇതൊരു മിഡി സ്കേർട്ട് ആണ് കേട്ടോ. മിഡി ആണിത്. അതിൻ്റെ ഒപ്പം ഈ ഒരു പാറ്റേണിൽ ഷർട്ട് നല്ല ക്യൂട്ടാണ്. അതിൽ ഇതേപോലെ ഹാൻഡ് എംബ്രോയിഡറിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ. ഇത് ക്യൂട്ട് ആയിട്ടുള്ളൊരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബട്ടൺ ആണുള്ളത്. നല്ല രസമുണ്ട്. ഈ ടോപ്പ് നമുക്ക് കാഷ്വലി പിന്നെ ഇടാവുന്നതാണ്. ഈ ഒരു സ്കേർട്ട് മാത്രം നമുക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. ക്രിസ്മസിന് തന്നെ നമുക്ക് അടുത്ത തവണ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇതിന്റെ ഒപ്പം ടോപ്സ് മാറ്റി മാറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഷർട്ട് പാറ്റേൺ അടിപൊളിയാണ് കേട്ടോ, സൂപ്പർബാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊരു ടോപ്പ് പാറ്റേണിലും ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ചെക്കിന്റെ തന്നെ ഉടുപ്പ്. ഇതും ക്രിസ്മസിന് ഒക്കെ പറ്റിയ അടിപൊളി പാറ്റേൺ ആണ്. പറ്റുകയാണെങ്കിൽ അതിന്റെ ഒപ്പം ഒരു ബോയും കൂടി തുന്നി ഇങ്ങനെ തലയിൽ ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇത് കുറച്ച് ഫ്ലെയർഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബൂട്ട്സിനൊപ്പം സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ല രസമാണ്. ഒരുപാട് പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. പക്കാ ക്രിസ്മസി വൈബ്. ഇനി ഒരെണ്ണം, ഇനി ഇത് കുർത്താണ് കേട്ടോ. കുർത്ത ഡ്രസ്സാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കണ്ടു ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് ഈ ഭാഗത്തായിട്ട് കെട്ടി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ നിറയെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല പ്യോർ ലൈക്ക് മറ്റേ ഡ്യൂപ്ലിൻ സിൽക്കോ അങ്ങനെ പേര് അതന്നെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ അതാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. നല്ല കളർ ഉണ്ട്, നല്ലൊരു ഷൈൻ ഉണ്ട് അതിൽ. ഇത് ആക്ച്വലി ഒരു സിൽവർ കൈൻഡ് ഓഫ് കട്ട് ബീഡ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്, സീക്വൻസ് കൊടുത്തിട്ടുണ്ട്, ഷുഗർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അത്രയും കൊടുത്തിട്ടാണ് ഇതിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നല്ല രസമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. നമുക്ക് ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇത് ഉണ്ടല്ലോ, നമുക്ക് ഇവിടെ പീറ്റർ പാൻ കോളർ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഡ്രസ്സായിട്ട് തുന്നാണെങ്കിൽ നല്ല ക്യൂട്ടായി. പിന്നെ അടുത്തത് ഇത് നമ്മൾ ദിശ ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് ചെയ്തിട്ടുള്ളതാണ്. അവരുടെ കഴിഞ്ഞ വർഷം നമ്മൾ റെഡ് ഇതേപോലെ ചെക്ക് മെറ്റീരിയലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ബ്ലൂവും ഗ്രീനും കൂടിയിട്ട് മിക്സ് ആണ് കേട്ടോ. അത് കുറച്ച് യൂണീക്ക് ആയിട്ടുണ്ട്, നല്ല രസമാണ് കേട്ടോ. ഇതിപ്പോ ക്രിസ്മസ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമ്മൾ ട്രാവലിങ്ങിലൊക്കെ പുറത്തേക്കൊക്കെ പോണ സമയത്തും ഈ ചെക്ക് പാറ്റേണിലുള്ളതൊക്കെ ഇടാം കേട്ടോ. ട്രാവലിംഗ് ടൈമിലും നല്ല രസമായിട്ടുണ്ടാവും. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ തണുപ്പുള്ള സ്ഥലത്തേക്കൊക്കെ പോണെന്ന് വെച്ചാൽ ഇത് മെറ്റീരിയൽ ഭയങ്കര സുഖ, നല്ല രസമായിടാനായിട്ട്. അപ്പൊ ഇത് വെൽവെറ്റിന്റെ ഒരു നെക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല രസം. ഈ മുക്കുട്ടിക്കും സിമിലർ ആയിട്ടുള്ളത് തുന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫെജിയിൽ പോയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ക്രിസ്മസ് വൈബില് നല്ല രസമായിട്ടുണ്ടായിരുന്നു. അടുത്ത വന്നിട്ട് ഇതൊരു ക്രിസ്മസ് എന്നുള്ള രീതിയിലല്ല, അല്ലാണ്ട് നമുക്ക് പറ്റുന്ന നല്ലൊരു കോട്ട് സെറ്റാ. ഈ കോട്ട് സെറ്റിന്റെ ഒരു ഏറ്റവും നല്ല കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയോ, സാധാരണ നമ്മൾ കോട്ട് സെറ്റ് ഇടുമ്പോൾ എങ്ങനെ പോയാലും ഒരു പജാമ ലുക്ക് ഉണ്ടാവും അല്ലെ. നമ്മൾ കാര്യമായിട്ട് ആക്സസറൈസ് ഒന്നും ചെയ്തില്ലെങ്കിൽ, എസ്പെഷ്യലി നമ്മൾ മാല കമ്മല അങ്ങനെയൊന്നും ഇടാണ്ട് ജസ്റ്റ് കോട്ട് സെറ്റ്, നമ്മളൊരു ടോപ്പും പാന്റും അതേ പ്രിന്റ് ഓൺ സെയിം സാധനം ഇടുമ്പോൾ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സ്, അങ്ങനത്തെ കിടക്കുമ്പോൾ ഇടുന്ന ഒരു ഡ്രസ്സാണ് അങ്ങനെ തോന്നും അല്ലേ. കുറെ പേർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഇതിന്റെ കാര്യം അങ്ങനെയല്ല. ഇതൊരു നല്ല രസമായിട്ടുള്ള കോട്ട് സെറ്റ് ആണ്. ഇതിൽ പാനൽ കട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാനത് അങ്ങനത്തെ പാറ്റേൺ അധികം കണ്ടിട്ടില്ല. പാനൽ കട്ട് ഉണ്ട്, അതിന് ക്യൂട്ടായിട്ടുള്ള ചെറിയ എംബ്രോയിഡറി, ചെറിയ ക്യൂട്ടായിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇത്തിരി പണിയാണ്, പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇതിന്റെ ഒപ്പം പാൻസ് ഇതില് പോക്കറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്, നല്ല സുഖമാണ്. ആകെ നമ്മൾ ഈ മെറ്റീരിയൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട്, ഈ പാനൽ കട്ട് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനെ വലിയുമ്പോൾ നൂലൊന്ന് അകന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ പിന്നിൽ സിബ് വെക്കുക, അതല്ലെങ്കിൽ ഇങ്ങനത്തെ ആകുമ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ്, പാനൽസ് ഇല്ലാത്ത ടോപ്പ് വെക്കുക, അതല്ലെങ്കിൽ ലൈനിങ് വെക്കുക. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി നമ്മൾ നോക്കേണ്ടി വരും. ഇത് എന്തായാലും നല്ല രസമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇത് ബാമിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ സ്റ്റോർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്, നല്ല കോട്ട് സെറ്റാ. ഇപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു പാറ്റേൺ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കൂ കേട്ടോ. അടുത്തത് മാൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ് കേട്ടോ. ഇവരായിട്ട് നമ്മൾ മുന്നും വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഹാൻഡ് പെയിന്റ് ചെയ്യുക. അയ്യോ എനിക്ക്
എന്ത് രസമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു ഹാൻഡ് പെയിന്റ് കാണാനായിട്ട്. ഇത് ഷർട്ട് ഇങ്ങനത്തെ നമ്മൾ ഇതിനു മുന്നും ചെയ്തിട്ടുണ്ട്. റോസ് വരച്ചിട്ട് ഓർമ്മയുണ്ടോ? ഷർട്ടിൽ ഇവിടെ ഒരു റോസ് വരച്ചിട്ട് ഒരു രംഗണ്ണൻ വൈബായിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും അങ്ങനൊക്കെ തന്നെയാണ്. കുറെ ജ്വല്ലറി ഒക്കെ ഇട്ട് വരുമ്പോൾ നമ്മുടെ ആ ഒരു രംഗണ്ണൻ വൈബായിട്ട് തോന്നും. ഇതിപ്പോ നോക്കുകയാണെങ്കിൽ പാൻസിന്റെ ബാക്കിൽ ഒരു കുറച്ച് ഹറിബറിയിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം ദിവസം ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ക്രിസ്മസും കൂടി മനസ്സിൽ വെച്ച് ചെയ്തുകൊണ്ടാണ് ഈ പൂക്കൾ വരച്ചത്. അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ട് ലാസ്റ്റ് ടൈം നമ്മൾ കാണിച്ച പോലെ തന്നെ ഒരു റോസ് വെച്ചാലും മതി. പകരം നമുക്ക് വേറൊരു പാറ്റേൺ വേണമെങ്കിൽ ഷർട്ടിൽ ഇതേപോലെ ഫ്ലവർ കൊടുക്കാം കേട്ടോ. 2 ഫ്ലവർ, ഒന്ന് സ്ലീവ്സിന്റെ അവിടെയും അതേപോലെ തന്നെ ഒന്ന് ചെസ്റ്റിന്റെ അവിടെയായിട്ടും കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് എന്ത് രസമാണെന്ന് പറയാം, ക്രിസ്മസിന് വേണ്ടിയിട്ട് അങ്ങനെ പക്കയായിട്ട് വേണമെങ്കിൽ ഇത് അതേപോലെ ഹാൻഡ് പെയിന്റ് ചെയ്യാം. ഞാൻ പറയണത് ഇതിപ്പോ ഇത്തവണത്തേക്ക് വേണ്ടി ഇതേപോലെ ചെയ്തെടുക്കുക അങ്ങനെയല്ല ഞാൻ പറയണേ. അപ്പോൾ നിവർത്തില്ലല്ലോ. പക്ഷെ നെക്സ്റ്റ് ടൈം വേണമെങ്കിൽ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതേപോലെ പറഞ്ഞാൽ അവർ വരച്ചു തരും. ഇതിപ്പോ റെയിൻഡിയർ ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ ഫുള്ള്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ സ്നോയും സ്നോമാനും ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് നല്ല ഓളായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്മസിന് ഇട്ടിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സും അതേപോലെ ന്യൂ ഇയറിനുള്ള നമ്മുടെ കുറച്ച് ഔട്ട്ഫിറ്റ് ഇൻസ്പോസ്. ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും എനിക്കൊന്ന് പിക്ചേഴ്സ് അയക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടൊരു ലെഹങ്ക സെയിം ആയിട്ട് തന്നെ ഒരു കുഞ്ഞു കുട്ടിക്ക്, ഒരു 3 വയസ്സേ ഉള്ളൂ, അതിന് അതേപോലത്തെ തന്നെ മെറ്റീരിയലിലും പാറ്റേണിലും തന്നെ തുന്നിപ്പിച്ച് അതിന്റെ അമ്മ ഇടിയിച്ച് എനിക്ക് ഫോട്ടോ അയച്ചു നോക്കി. ഭയങ്കര സന്തോഷം, നല്ല രസമുണ്ടായിരുന്നു. ഒരു ബൊമ്മക്കുട്ടീനെ പോലെ ഉണ്ടായിരുന്നു അതിനെ കാണാനായിട്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഫോട്ടോസ് അയച്ചു തരണം കേട്ടോ. പിന്നെ ലിങ്ക് ഉള്ളതെല്ലാം ഓൺലൈൻ ഞാൻ മേടിച്ചിട്ടുള്ളതെല്ലാം ന്യൂ ഇയറിന് വേണ്ടിയിട്ടുള്ളതെല്ലാം അതെന്തായാലും ഞാൻ എവിടെയെങ്കിലും ടാഗ് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്, എല്ലാവരും ക്രിസ്മസ് അടിപൊളിയാവട്ടെ. നമ്മുടെ ക്രിസ്മസ് സീരീസ് ഇല്ലാത്ത ആദ്യത്തെ വർഷമായിരുന്നു. ഞാൻ ഷോർട്സ് കുറെ ഇട്ടായിരുന്നു, പക്ഷെ ലോങ് ഫോർമാറ്റിൽ നോക്കുകയാണെങ്കിൽ ക്രിസ്മസ് സീരീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്തില്ല. യൂഷ്വലി നമ്മൾ ഏറ്റവും കുറഞ്ഞത് 25 വീഡിയോസ് അടുപ്പിച്ച് ഇടാറുള്ളതാണ്. പക്ഷെ ഒരു രക്ഷയില്ല, എനിക്ക് തീരെ പറ്റുന്നായിരുന്നില്ല. ഇത്രയെങ്കിലും എനിക്കൊരു ഗ്യാപ്പ് എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ വിചാരിക്കണ ഇറ്റ്സ് ഓക്കെ, നമ്മളിങ്ങനെ ഹറിബറിയിൽ കുറെ അങ്ങ് ചെയ്തു കൂട്ടണേക്കാട്ടും നല്ലത് കുറച്ചുകൂടി സമാധാനത്തിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് നോക്കണല്ലോ. അങ്ങനെ നോക്കി ഈ വർഷം കുറച്ചൊരു സ്ലോ പേസ് പിടിച്ചൊരു ഇതായിരുന്നു. ഞാൻ എന്തായാലും എൻ്റെ 2024 റീവൈൻഡ് ചെയ്യാട്ടോ. എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുള്ളതാണ്, അതെന്തായാലും ഞാൻ ഈ വർഷം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ചെയ്യാൻ ഞാൻ കുറച്ചൊന്ന് സ്ലോ ആയിട്ട് പിടിക്കാൻ വിചാരിച്ചു. നമുക്ക് അടുത്ത വർഷമാണെങ്കിലും ചെയ്യാം. ഹോപ്പ്ഫുള്ളി അടുത്ത വർഷമെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാം. അതല്ലെങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാട്ടെ. അപ്പൊ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ക്രിസ്മസ്. എല്ലാം അടിപൊളിയാവട്ടെ, സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനം ഉണ്ടാവട്ടെ, അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. ലവ് യു സോ മച്ച്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.